ഇന്നത്തെ എൻ്റെ വീഡിയോ ടോററ്റ് ഐലൻഡിനെ കുറിച്ചാണ്. ടോററ്റ് ഐലൻഡിലെ ടോററ്റ് കാസിലാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈസ്റ്റേൺ പ്രൊവിൻസിലെ ദമാമിനടുത്ത് അൽ ഖത്തീഫ് എന്ന് പറഞ്ഞ പ്ലേസിനടുത്താണ് ഈ ടോററ്റ് ഐലൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ പാലം ആക്ച്വലി ഈ ടോററ്റ് ഐലൻഡിലോട്ടുള്ളൊരു കണക്ഷനാണ്. ഐലൻഡിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ റാസ് തനൂറ ബീച്ച് വിസിറ്റ് ചെയ്തിരുന്നു. അതിന് ശേഷമാണ് ഈ ഐലൻഡിലോട്ട് ഞങ്ങൾ യാത്ര പോയത്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് ടൊററ്റോ ഐലൻഡിലൂടെയാണ്. ഇതിലെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം കുറേ പഴയ നിർമ്മിതികളാണ് ഇവിടെ ഗ്രാമങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് യാത്ര ചെയ്ത് ചെല്ലുമ്പോഴാണ് ടൊററ്റോ കാസിലോട്ട് നമ്മൾ എത്തുന്നത്. വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു ഐലൻഡാണ് ഈ ടൊററ്റോ ഐലൻഡ്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഭരിച്ചിരുന്ന സമയത്ത് ഈ കാസിലിൻ്റെ പേര് പോർച്ചുഗീസ് ഫോർട്ട് എന്നായിരുന്നു. അവരുടെ ഭരണത്തിന് മുമ്പ് ഇതേ കാസിലിരുന്ന സ്ഥലത്ത് ഒരു അസ്തേര അല്ല ഇനാന എന്ന ഒരു ദേവിയുടെ ക്ഷേത്രമായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഈ കാസിലിൻ്റെ അടിയിലുണ്ടെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഈ കാണുന്ന റൗണ്ട് ബോട്ടിൽ നിന്നും നമ്മൾ ചെല്ലുന്നത് കാസിലിൻ്റെ പിൻഭാഗത്തുള്ള എൻട്രൻസിലോട്ടാണ്. കാസിലിൻ്റെ പുനർനിർമ്മാണത്തോടനുബന്ധിച്ച് പാർഷ്യലി മാത്രമാണ് ഈ കാസിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ. അവരുടെ റിസപ്ഷനിൽ അന്വേഷിച്ച പ്രകാരമാണ് അവർ പറഞ്ഞത് ഇപ്പോൾ കാസിലിൻ്റെ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ മൊത്തമായിട്ട് ഉള്ളിൽ കയറി കാണാൻ അവർ അനുവദിക്കുന്നില്ല. എന്നാലും പാർഷ്യലി അവർ അലൗ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ളിലോട്ട് പ്രവേശിച്ചത്. ബാഹികമായി കാസിലിൻ്റെ പല ഭാഗങ്ങളും തകർന്ന് കിടപ്പുണ്ടെങ്കിലും അവരതിൻ്റെ റിനോവേഷൻ വർക്ക് സ്റ്റാർട്ടായതിനാൽ നമുക്കതിനകത്തോട്ടുള്ള പ്രവേശനം വളരെ പരിമിതമാണ്. 4000 വർഷം പഴക്കമുള്ളൊരു സൾഫറസ് സ്പ്രിങ് ഈ കാസിലിനുള്ളിലുണ്ട് എന്ന് പറഞ്ഞു കേട്ടിരുന്നു. അത് ഉള്ളിലോട്ട് കയറി കാണാൻ ഇപ്പോൾ അവരത് നിലവിൽ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനെ എയിൻ അൽ അവദ എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു നീരുറവിയിൽ നിന്നും വെള്ളമെടുത്താണ് ഈ ടൊററ്റ് ഐലൻഡിലുള്ള കൃഷികൾക്കെല്ലാം യൂസ് ചെയ്തിരുന്നത്. ഈ ഉറവേനെ ഹോളി വാട്ടറായിട്ടും ചില കാലഘട്ടത്തിൽ വിശേഷിപ്പിച്ചിരുന്നതായിട്ട് ചരിത്രരേഖകളുണ്ട്. ഇത്രയധികം പഴക്കമുള്ള നിർമ്മിതികൾ സൗദിയിലുണ്ടെന്നുള്ള കാര്യം എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ ചെയ്യാനും ഒന്ന് പരിഗണിച്ചേക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.